ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഷെയ്ക്കിൻ്റെ വീഡിയോ ആണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഷെയ്ക്കിൻ്റെ റെസിപ്പിയാണ് ഞാനിന്നിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ക്യാരറ്റാണ്. അപ്പോൾ ഞാൻ ഒരു 3 വലിയ ക്യാരറ്റ് ചെറുതായിട്ട് പീസാക്കി എടുത്തിട്ട് കുക്കറിലൊന്ന് വേവിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് ഒരു വിസിൽ വരുന്നവരെ വേവിച്ചെടുത്താൽ തന്നെ മതിയാവും, നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ അത് തണുത്തതിന് ശേഷം ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പാലാണ്. ഇപ്പോൾ പാൽ അങ്ങനെ തന്നെ ഒഴിച്ചു കൊടുക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ കട്ടയാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. കട്ടയാക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ നല്ല തിക്കായിട്ട് ഉള്ള പേസ്റ്റ് രൂപത്തിലുള്ള ഷെയ്ക്ക് രൂപത്തിൽ നമുക്ക് ഈ ഒരു ജ്യൂസ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേണമെന്നുള്ളവർക്ക് ഇങ്ങനെ ഐസാക്കിയിട്ട് പാൽ ഐസാക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 ലിറ്റർ പാലാണ് ഇങ്ങനെ ഐസാക്കി ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/4 ലിറ്റർ പാൽ കൂടെ ചേർക്കുന്നുണ്ട്. അത് ഐസാക്കാതെ നേരിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്ത ശേഷം ബാക്കി ഒരു 1/4 ലിറ്റർ പാൽ ഇങ്ങനെ നേരിട്ട് ഒഴിച്ചു കൊടുക്കുന്നതും ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് നിങ്ങൾക്ക് ഈത്തപ്പഴം ചേർത്ത് കൊടുക്കാം, മുഴുവനായിട്ട് ഈത്തപ്പഴം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3 ഈത്തപ്പഴം എടുക്കുന്നുള്ളൂ, ബാക്കി പഞ്ചസാരയാണ് ചേർക്കുന്നത്. ബാക്കി നിങ്ങൾക്ക് ഈ പഞ്ചസാരക്ക് പകരവും ഈത്തപ്പഴം തന്നെ വേണമെന്നുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് നമുക്ക് കിട്ടും. അങ്ങനെ ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഈത്തപ്പഴമൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഇതൊരു ക്യാരറ്റിൻ്റെ ടേസ്റ്റേ ആവില്ല കേട്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഞാനിവിടെ ബാക്കി ഒരു 1/2 കപ്പ് പഞ്ചസാര കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജ്യൂസൊക്കെ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നല്ല ഷെയ്ക്ക് രൂപത്തിൽ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ പാൽ ഐസാക്കി ചേർത്തുകൊണ്ടാട്ടോ ഇങ്ങനെ തിക്കായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ വേണ്ടാന്നുള്ളവർക്ക് സ്കിപ്പ് ചെയ്യാം, പാൽ നേരിട്ട് ഒഴിച്ചു കൊടുത്താലും മതി. ഈത്തപ്പഴം കൂടെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ബൂസ്റ്റ് പൗഡർ ഇതിന് മുകളിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ബൂസ്റ്റ് പൗഡറിൻ്റെ ടേസ്റ്റ് കൂടെ ഇതിലേക്ക് വരുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. കാണാൻ ഭംഗി മാത്രമല്ല നല്ല ടേസ്റ്റും കൂടെയാണ്. പിന്നെ അതിൻ്റെ മേലെ നട്ട്സൊക്കെ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ഒക്കെ ഇട്ടിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് പിസ്താച്ചിയോ ആണ്, അതൊന്ന് ചോപ്പ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കിഡ്ലൻ ഷെയ്ക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്